കേരളത്തിന്റെ സ്വർഗം എന്ന് പറയുന്ന ഒരു നാടാണ് വയനാട്. വയനാട്ടിൽ തന്നെ ഇത്രയും മനോഹരമായിട്ടുള്ള ഫോറസ്റ്റ് കേവ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ഭയങ്കര രസമുള്ള കാര്യമാണ്. ഇവിടെ സ്റ്റേ ചെയ്യുന്നതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇവിടെ ഞങ്ങൾ പേരിട്ടിരിക്കുന്നത് നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ എന്നാണ്. അതെന്താന്ന് കണക്ട് ആയിട്ടുണ്ട് എന്താണെന്നുള്ളത്? അതായത് ഫോറസ്റ്റ് കേവ് ഉള്ളത് ഈ ഒരു ചന്ദനത്തോപ്പുകൾക്കിടയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൽ ഓരോ 5 സെന്റ് ലാൻഡിലും ഇത്തരത്തിലുള്ള ഒരു കോട്ടേജും അതിന് ചുറ്റിലും 16 ചന്ദനമരങ്ങളാണ്. ഒരു ആഫ്റ്റർ 2 to 3 years കഴിയുമ്പോൾ ഇതൊക്കെ വലുതായിട്ട് ഈ ചന്ദനമരം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഔഷധ ഗുണമുള്ള സസ്യമാണ്. അപ്പൊ ഇവിടെ താമസിക്കുമ്പോൾ കണ്ടല്ലോ പ്രൈവറ്റ് പൂളുണ്ട്, അതോടൊപ്പം തന്നെ ഈ ചന്ദനമരത്തിൽ നിന്നുള്ള ഓക്സിജൻ. അപ്പൊ ഇത് ലോകത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള പ്രൊജക്റ്റാണ്. അടിപൊളി. അപ്പോ നമ്മുടെ പ്രായം കാത്തു സൂക്ഷിക്കാനും അതോടൊപ്പം തന്നെ ഒരുപാട് അസുഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒരു റിലീഫ് കിട്ടുന്ന ഒന്ന് കൂടിയിട്ടാണ് ഈ ഒരു കേവ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഹെൽത്തി ആവാൻ പറ്റും, നമുക്ക് മാനസികമായിട്ടുള്ളൊരു സന്തോഷവും കിട്ടും. തീർച്ചയായിട്ടും ഇതിലുള്ള 3 കാര്യങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയം. 1 ഹെൽത്ത്, 2 വെൽത്ത്, 3 ലെഗസി. അത് പാരമ്പര്യമായിട്ട് കൈമാറാൻ പറ്റും, ആരോഗ്യമുണ്ട്, അതോടൊപ്പം ഇതിലൂടെ സമ്പന്നനാകാനുള്ള അവസരം കൂടി. കാരണം ഇത് ഞങ്ങൾ മാസം ഒരു ദിവസം വാടക കൂടി 20,000 രൂപയ്ക്കാണ്. അപ്പൊ ഒരു മാസം 6 ലക്ഷം ഉൾപ്പെടെ റിട്ടേൺ കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിപ്പോ കണ്ടിട്ടുണ്ടായിരുന്ന 13 പാർട്ട്നേഴ്സ് ഉള്ള കോട്ടേജിന് ഉദ്ഘാടനം അനുസരിച്ച് നിർവഹിച്ചത്. അപ്പോ ആ 13 പേരെ ജീവിതത്തില് നാളെ അവരുടെ ലൈഫിൽ റിട്ടയർമെന്റ് ലൈഫ് എന്നൊക്കെ ഒരു എൻജോയ് ചെയ്ത് ജീവിക്കാനുള്ള ഒരു വെൽത്ത് കൂടി, അതോടൊപ്പം അത് കഴിയുമ്പോൾ അവരുടെ മക്കൾക്ക് ലെഗസി മറ്റുള്ള പാരമ്പര്യമായിട്ട് കൈമാറാൻ പറ്റുന്നുള്ളൂ. അപ്പൊ എന്താ ഹെൽത്തായി, വെൽത്തായി, ലെഗസിയായി, ഇത് 3 ഒരുമിച്ചാണ്. ഞാൻ റിസോർട്ടുകളിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു ഫോറസ്റ്റ് കേവ് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ചന്ദനക്കാട്ടിൽ താമസിച്ചില്ലല്ലോ? ഇല്ലില്ല, ചന്ദനക്കാട്ടിലൊന്നും താമസിച്ചില്ല. 3-4 വർഷം കഴിഞ്ഞ ഇപ്പൊ നമ്മൾ കാണുമ്പോൾ ഒരു പ്ലെയിൻ ലാൻഡ് ആയിട്ടില്ലേ? അതെ. ഒരു 3 to 4 years ശരിക്കും പറഞ്ഞൊരു കാടായിട്ടാണ്. ഒരു കാടിന്റെ അകത്തേക്ക് വരുന്നു. ചന്ദനം അപ്പൊ ഫാസ്റ്റ് ആയിട്ട് വളരുന്നതാണ്. ഞങ്ങൾക്ക് ഒരുപാട് പ്ലോട്ടുകൾ വേറെ ഉണ്ട് ഇവിടെ, ചന്ദനം മാത്രമേ ഉള്ളൂ, കോട്ടേജ് ഇല്ലാതെ. അതൊക്കെ വലുതായി 8 അടി 10 അടി ഹൈറ്റിലൊക്കെ ഉള്ളതാണ്. ചന്ദനത്തിന്റെ കാട്ടിൽ ഒരു ഗുഹയിൽ ഒന്ന് താമസിക്കാം. ഗുഹ എന്ന് പറയുമ്പോൾ പുറമേ നിന്ന് കാണുമ്പോൾ ഒരു ഗുഹയാണെങ്കിലും അകത്തേക്ക് കയറിയാൽ സ്വിമ്മിംഗ് പൂളും വാട്ടർഫോൾസും ഒരു അത്യാവശ്യം 3 സ്റ്റാർ ഫെസിലിറ്റിയിൽ കൂടുതലുള്ള എല്ലാ ഫെസിലിറ്റി കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ഫാമിലിക്ക് താമസിക്കാവുന്ന രീതിയിൽ ഇപ്പൊ ഒരു മാസ്റ്റർ ബെഡ്റൂം ഇതാണ്. കുട്ടികൾക്കുള്ള ബെഡ് സ്പേസ് കൂടെ ഉണ്ട്. ബേ വിൻഡോ എന്നുള്ള പേരിൽ ബേ വിൻഡോ ഉണ്ട്. പിന്നെ ബാക്കി അത്യാവശ്യം വേണ്ടതായിട്ടുള്ള ഒരു ചെറിയ കിച്ചണോ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഇതിന്റെ അകത്ത് തന്നെ ഉണ്ട്. അപ്പൊ ചന്ദനം നമുക്ക് വളർത്താനുള്ള ലൈസൻസ് ഉണ്ട്. ചന്ദനത്തിന്റെ പേരിൽ നമുക്ക് ചന്ദനം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ നമുക്കിത് നടാനും വളർത്താനും മുറിക്കാനും ഇതിനുള്ള അവകാശവാധികാരം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഗവൺമെന്റ് ഇതിന്റെ ഒരു ഇന്റർനാഷണൽ ഡിമാൻഡും ഇന്ത്യയിൽ വളരെ ഷോർട്ടാണ്, ഒരുപാട് ആവശ്യങ്ങളുണ്ട്, പക്ഷെ പ്രൊഡക്ഷൻ വളരെ കുറവാണ്. അപ്പൊ അത് മനസ്സിലാക്കി ഗവൺമെന്റ് തന്നെ ചന്ദന കൃഷി നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, അതിന് ഒരുപാട് ആനുകൂല്യങ്ങൾ തരുന്നുണ്ട്. ഇൻഡിവിജ്വൽസിന് ചന്ദനം ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പോൾ മുറിക്കാനും വിൽപ്പന നടത്താനുള്ള അധികാരം അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് തന്നെയാണ്. അപ്പൊ ഇതുകൊണ്ട് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് വാങ്ങുന്നവർക്ക് ലോങ് ടൈമിൽ 10 കൊല്ലം കഴിഞ്ഞാൽ ഒരു വലിയ ഹ്യൂജ് എമൗണ്ട് ഈ കൾട്ടിവേഷൻ കിട്ടുകയാണ്. അതോടൊപ്പം തന്നെ റെന്റിൽ നിന്ന് നല്ലൊരു എമൗണ്ട് ഇപ്പൊ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പൊ ഒരു ഇവിടുത്തെ പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ വാങ്ങുന്ന കസ്റ്റമർ അവർ ഹാപ്പിയാണ്, അതോടൊപ്പം തന്നെ ഇത് വിൽക്കുന്ന സെല്ലേഴ്സ് ഉണ്ട്, ഇവർക്കൊക്കെ ഞങ്ങൾ ഒരു ഹൈ ബെനിഫിറ്റാണ് കൊടുക്കുന്നത്. അതോടൊപ്പം ഞങ്ങൾ കമ്പനി അപ്പൊ 3 സെക്ടറിലും ഒരേപോലെ പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിനേക്കാൾ ഉപരി അനുസരിച്ച് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ലേഡീസ് വിജയിച്ചു വരുന്ന ഒരു കമ്പനി കൂടിയാണ് ഞങ്ങളെ ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് കമ്പനി. ഓക്കെ, കാരണം വനിതകളെ മുൻനിരയിലേക്ക് എത്തിക്കുക. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കേരള ഗവൺമെന്റ് 5 അവാർഡ് ഞങ്ങൾക്ക് ലേഡീസിനായിരുന്നു. അതിലും വലിയ ഹൈലൈറ്റ് വരുന്ന ഓണത്തിന് 4-ാം തീയതി ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് 5 ലേഡീസ് പ്രീമിയം കാർ വിൻ ചെയ്യാണ്. അതായത് ഒരു Audi Q7, ഒരു Audi A6, ഒരു 2 BMW, പിന്നെ ഒരു B6, അങ്ങനെ 5 പ്രീമിയം വണ്ടികൾ വാങ്ങിക്കുമ്പോൾ വിൻ ചെയ്തതും ഈ പറഞ്ഞ റിയൽ എസ്റ്റേറ്റിലൂടെ വനിതകളാണ്. അപ്പൊ പറഞ്ഞു വന്നത് വിമൻ എംപവർമെന്റും കൂടെ നടക്കുന്നുണ്ടല്ലോ. യെസ്. അതായത് പണമുള്ളവർക്ക് വാങ്ങിയിട്ട് ഇൻവെസ്റ്റർ ആവാം, പണം ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, പ്രവർത്തിച്ചുകൊണ്ട് ഇതിലൂടെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. അതായത് 2 to 5 ഇയർ കൊണ്ട് സാധാരണ വ്യക്തിയെ സംബന്ധിച്ച് അവരെ കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇതിൽ കൂടെ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ. പിന്നെ പൂളുണ്ട്,
ഒരു പ്രൈവറ്റ് കോട്ടേജ് ആണ്. ഭയങ്കര ഹാപ്പി ആയിട്ട് ഫാമിലിക്കെല്ലാം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. നല്ല രസമുണ്ട്. എന്തായാലും ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഓക്കെ, താങ്ക് യു അൻസിബ.